പയ്യാവൂർ കാഞ്ഞിരക്കൊല്ലി വനമേഖലയോട് ചേർന്ന ജനവാസ മേഖലയിൽ തമ്പിടിച്ച കാട്ടാനകളെ തുരത്തുന്ന പ്രവൃത്തി ആരംഭിച്ചു. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ 8 ആനകളെയാണ് കർണാടക വനത്തിലേക്ക് കയറ്റിവിട്ടത്. കർണാടക അതിർത്തിയോട് ചേർന്ന കന്മതപ്പാറ, മതിലേരിത്തട്ട്, കാഞ്ഞിരക്കൊല്ലി, ഏലപ്പാറ ഭാഗങ്ങളിൽ നിന്നാണ് ആനകളെ തുരത്തുന്നത്. തൂക്കുവേലിക്കകത്തുണ്ടായിരുന്ന 8 ആനകളെ ഫെൻസിംഗ് ലൈൻ കടത്തിവിട്ടു. 5 പിടിയാനകളും 3 കുട്ടിയാനകളുമാണ് ജനവാസ മേഖലയിൽ ഉണ്ടായിരുന്നത്. തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസറുടെ നിർദ്ദേശത്തെ തുടർന്ന് ശ്രീകണ്ഠാപുരം സെക്ഷൻ സ്റ്റാഫ് ആനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്തുകയായിരുന്നു. ഏതാനും ആഴ്ചകൾ മുമ്പാണ് ചന്ദ്രക്കാമ്പാറ, ചാപ്പക്കടവിലും മാവുന്തോടും ആടാമ്പാറയിലെ 1-ാം പാലത്തും ജനവാസ മേഖലകളിൽ കാട്ടാനകൾ ഇറങ്ങിയത്. ചന്ദ്രക്കാമ്പാറ ടൗണിൽ ചാപ്പക്കടവിലും മാവുന്തോടിന് സമീപവും എത്തിയ കാട്ടാന പാമ്പാറ സണ്ണിയുടെയും മൈക്കിൾ കൊച്ചുകൈപ്പലിന്റെയും പറമ്പുകളിൽ കയറി കാർഷിക വിളകൾ നശിപ്പിച്ചിരുന്നു. പയ്യാവൂർ അതിർത്തിയിൽ കാട്ടാനയെ പേടിച്ച് കാർഷിക വിളകളും വീടും ഉപേക്ഷിച്ച് പലായനം ചെയ്യുകയാണ് കർഷകർ. കൂട്ടത്തോടെ എത്തുന്ന കാട്ടാനകളെ നേരിടാൻ ഒരു മാർഗവുമില്ലാതെ വന്നപ്പോഴാണ് പയ്യാവൂർ ഗ്രാമപഞ്ചായത്ത് കേരളത്തിൽ തന്നെ ആദ്യമായി സൗരോർജ്ജ വേലി സ്ഥാപിച്ചത്. വേലി സ്ഥാപിച്ചിട്ടും കാട്ടാനശല്യം പൂർണ്ണമായും ഇല്ലാതാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഏറെക്കാലമായി കാഞ്ഞിരക്കൊല്ലി, വഞ്ചിയം, ആടാമ്പാറ, അരീക്കാമല, ശാന്തിനഗർ, ചന്ദ്രക്കാമ്പാറ, ചിറ്റാരി, ഏലപ്പാറ, ചീത്തപ്പാറ, 1-ാം പാലം തുടങ്ങിയ മേഖലയിലുള്ളവർ കാട്ടാനശല്യത്താൽ പൊറുതിമുട്ടുകയാണ്. സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ AK ബാലൻ, ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ KP മുകേഷ്, SC ജംഷാദ്, വൈശാഖ് രാജൻ, വാച്ചർമാരായ PC ചന്ദ്രൻ, K രജീഷ്, RK രജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ആനകളെ തുരത്തിയത്. ന്യൂസ് ബ്യൂറോ, ഇരിക്കൂർ.